ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും കൂടി ഉണ്ടാക്കി കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ വെണ്ടയ്ക്ക ചെറിയ അങ്ങനെ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ, കനം കുറച്ചിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു 1/4 ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വലിയൊരു സവോള ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതാ നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.